എല്ലാ സുഹൃത്തുക്കൾക്കും ദ ഔട്ട്സ്പോക്കൺ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെറിൻ. ദിസ് ഈസ് സാജു ചെറിയാൻ. സാജു ചേട്ടൻ NECDNO ബോർഡ്, അതായത് ന്യൂസിലാൻഡ് നഴ്സസ് ഓർഗനൈസേഷൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെമ്പറാണ്. അപ്പോൾ സാജു ചേട്ടൻ നമ്മളോട് ഇന്ന് വീണ്ടും ജോയിൻ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ന്യൂസിലാൻഡിൽ ക്യാപ്പ് ചെയ്യുന്നവർക്ക് ക്യാപ്പ് റീഫണ്ട് എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ഹെൽത്ത് ന്യൂസിലാൻഡ് $10,000 ഇവിടെ വന്ന് ജോലി കണ്ടെത്തുന്ന നഴ്സുമാർക്ക് റീഫണ്ടായിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു റീഫണ്ട് പ്രോഗ്രാം നിർത്തിയോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി നിങ്ങളെല്ലാവരും നിർത്തി എന്നുള്ളൊരു ന്യൂസ് കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് തരാനായിട്ടാണ് സാജു ചേട്ടൻ നമ്മളോട് ഇന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സാജു ചേട്ടനും കണ്ടു കാണും. നമ്മുടെ 1-2 വീഡിയോയുടെ അടിയിൽ കമൻസ് ആയിട്ടും പിന്നെ പേഴ്സണൽ മെസ്സേജ് ഒക്കെ ആയിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ക്യാപ്പ് റീഫണ്ട് നിർത്തിയോ, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഒന്ന് ബ്രീഫായിട്ട് ചേട്ടൻ പറയാമോ, എന്താണ് ഇപ്പോഴത്തെ ക്യാപ്പ് റീഫണ്ടിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന്? അതെ, അപ്പോൾ നമുക്കിപ്പോൾ ഈ ക്യാപ്പ് റീഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോവിഡ് കഴിഞ്ഞ ആ ഒരു സമയത്തായിരുന്നു. ഇവിടെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ക്രൈസിസ്, നഴ്സിംഗ് മേഖലയിൽ ഒരു ക്രൈസിസ് ഉണ്ടായിരുന്ന ഒരു സമയം. നഴ്സുമാർ മറ്റ് പല രാജ്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ന്യൂസിലൻഡിലേക്ക് ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപ്പ് റീഫണ്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ വന്ന് ക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ്, നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കോസ്റ്റ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും എന്നുള്ളത്. അപ്പോൾ അതൊരു അട്രാക്ഷനായിട്ട് ചെയ്തതായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ക്രൈസിസ് സ്പേസ് നമ്മൾ കവർ ചെയ്തു. അതെ, നമുക്കറിയാം 5,000+ വേക്കൻസീസ് നമുക്ക് ഹെൽത്ത് ന്യൂസിലൻഡിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നമുക്ക് ഒത്തിരി മജോറിറ്റിയും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. 1,000-something വേക്കൻസീസ് ആണ് ഇപ്പോഴും നമുക്ക് ബാലൻസ് ആയിട്ട് വരുന്നുള്ളൂ. അതായത് ഇപ്പോൾ നമ്മുടെ വർക്ക് സ്ഥലങ്ങളിൽ നോക്കിയാൽ തന്നെ എല്ലാ വർക്ക് സ്ഥലങ്ങളിലും അത്യാവശ്യം സ്റ്റാഫിംഗ് ആയി, ഷോർട്ടേജസ് കുറവാണ്. ഡബിൾ ടൈം, ഓവർ ടൈം ഒക്കെ വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു. ഈവൻ ട്രേഡ് മീലും സീക്ക് പോലുള്ള വെബ്സൈറ്റുകളിലൊക്കെ നോക്കിയാൽ പോലും പണ്ട് 1,500-2,000 ജോബുകളൊക്കെ അറ്റ് എ ടൈമിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു 500-700 ഒക്കെ ഇടയ്ക്ക് ജോലികളെ ഇപ്പോൾ ഉള്ളൂ. അതെ. അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ അപ്പം അങ്ങനെ വന്നതുകൊണ്ട് ഇപ്പോൾ അതൊരു ടെമ്പററി മെഷറായിരുന്നു. ഈ ക്യാപ്പ് റീഫണ്ട് എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടൊരു ന്യൂസിലൻഡിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഇപ്പോഴത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 30 വരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നഴ്സസിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞ് പോയി ഓൾറെഡി. അപ്പോൾ മെയ് 30 മുമ്പായിട്ട് നിങ്ങളൊരു ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ മെയ് 30 ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ അത് കൊടുക്കുന്നില്ല. അതേസമയം ഏജ്ഡ് കെയറിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യും. ഹെൽത്ത് ന്യൂസിലാൻഡിന്റെ ഡയറക്റ്റ് എംപ്ലോയ്മെന്റിൽ ഇല്ല, പക്ഷേ അതേസമയം പ്രൈവറ്റ് ആണെങ്കിലും ഏജ്ഡ് കെയറിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ക്യാപ്പ് റീഫണ്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്, അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു പബ്ലിക് ഹോസ്പിറ്റലിൽ റീഫണ്ട് നിർത്തലാക്കി ഏജ് കെയറിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം പബ്ലിക് ഹെൽത്തിലെ സാലറി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പബ്ലിക് ഹെൽത്തിൽ നമ്മുടെ പബ്ലിക് ഹോസ്പിറ്റൽസിൽ കിട്ടാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഡിമാൻഡ് അതിനുണ്ട്. അപ്പോൾ ആൾക്കാർ അതിന് പ്രത്യേകിച്ച് അട്രാക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ആൾക്കാർ പോയി പബ്ലിക് ഹെൽത്തിലേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ആ ഒരു ലാസ്റ്റ് സാലറി ഇൻക്രിമെന്റ് നടത്തിയ ശേഷം ഒത്തിരി ഇവിടെ വർക്ക് ചെയ്യുന്ന ഏജ്ഡ് കെയറിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരൊക്കെ ഹോസ്പിറ്റലിലേക്ക് മാറുകയുണ്ടായി. അപ്പോൾ അത് അറ്റ് സം സ്റ്റേജ് ഏജ്ഡ് കെയറിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ഏജ്ഡ് കെയറിൽ ഇപ്പോൾ നിലവിൽ കാര്യം വേക്കൻസികൾ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ അവിടെ കിട്ടിയാലും പോകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവർ ആ ഏജ് കെയറിനെ ഒന്നും കൂടി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കുറച്ച് വേക്കൻസികളൊക്കെ ഉണ്ട്. അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഒക്ടോബർ വരെ, അതായത് എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചത് സെപ്റ്റംബർ വരെ ജോലി കിട്ടുന്നവർക്ക് അപേക്ഷിക്കാം. പക്ഷേ ഈവൻ സെപ്റ്റംബർ 30 ജോലി കിട്ടിയാൽ തന്നെയും ഒക്ടോബർ 31 മുമ്പ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഓക്കെ, അതാണ് ക്ലിയർ ആയിട്ടുള്ള ഡേറ്റുകളുടെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 30 വരെ നിങ്ങൾക്ക് ഏജ് കെയറിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് സെപ്റ്റംബർ 30 മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പക്ഷേ ഒക്ടോബർ 30 ശേഷം അവർ 31 ശേഷം കംപ്ലീറ്റ്ലായിട്ട് ഇത് ക്യാപ്പ് റീഫണ്ട് നിർത്തും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് മുമ്പ് അപ്ലൈ ചെയ്യണം. ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മെയ് 30 മുമ്പ് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയാലോ, സെപ്റ്റംബർ 30 മുമ്പ് നിങ്ങൾ ഏജ് കെയറിൽ ജോലി കിട്ടിയാലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒക്ടോബർ 31 മുമ്പായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റീഫണ്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത്
വേറെയും ഒരു കാര്യം ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ നഴ്സിംഗ് കൗൺസിലിൻ്റെയും ഒക്കെ ശ്രദ്ധപ്പെട്ട ഒരു കാര്യം ഈ ക്യാപ്പ് റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ NSNO ബോർഡിലൊക്കെ വരുമ്പോൾ അവിടെ ഈ ഡിസ്കഷൻ അവിടെയും വന്നിരുന്നു. അതായത് ഒത്തിരി നേഴ്സസ് ഇവിടെ വന്ന് ജോലി കിട്ടി ക്യാപ്പ് റീഫണ്ട് കിട്ടിക്കഴിഞ്ഞിട്ട് അവർ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തവരുണ്ട്. അപ്പോൾ ആ ഒരു $10,000 വെച്ച് ഗവൺമെൻറ് കൊടുത്തത് അവർക്ക് അതിനുള്ളൊരു ബെനിഫിറ്റ് കിട്ടിയില്ല. അവരോട് പിടിച്ചു നിർത്താൻ ഉദ്ദേശിച്ചുവെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു സമയം കഴിഞ്ഞതോടുകൂടി അവർ ഉദ്ദേശിച്ച ഫലം കണ്ടില്ല. റീഫണ്ട് കിട്ടിയതിന് ശേഷം ഒത്തിരി പേര് പോയി എന്നുള്ളൊരു സംസാരം വന്നിരുന്നു. അപ്പൊ അതും കൂടി കൂടിയിട്ടാണ്, അതല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ജോബ് വേക്കൻസികളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് അത് നിർത്തുമെന്ന് നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചിരുന്നതാണ്. നമ്മൾ എക്സ്പെക്ടഡ് ആയിരുന്നു, ഞാൻ വളരെ നാളായിട്ട് എക്സ്പെക്ടഡ് ആയിരുന്നു. നമ്മൾ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പക്ഷെ വൈകാതെ തന്നെ അത് നിർത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതെന്താണെങ്കിലും ഇപ്പൊ ഇത് ക്ലിയർ ആയിട്ട് ഈ ഡേറ്റുകളുണ്ട്. അപ്പൊ ആ ഡേറ്റുകൾക്ക് ഉള്ളിൽ ജോലി കിട്ടിയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക, ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു സംഗതി കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ, ന്യൂസിലാൻഡിൽ നിർത്തിയെങ്കിലും ഓസ്ട്രേലിയയിൽ ഇപ്പോഴും വൻ പാക്കേജുകളാണ് നഴ്സുമാർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്സിൽ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. ക്വീൻസ്ലാൻഡ് സ്റ്റേറ്റിലെ റൂറൽ ഏരിയയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അപ് ടു $70,000 ക്വീൻസ്ലാൻഡ് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ക്യാപ്പ് കഴിഞ്ഞ് ന്യൂസിലാൻഡിൽ വെയിറ്റ് ചെയ്ത് കിട്ടുന്ന നേഴ്സുമാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും അപ് ടു $70,000 ആണ്. അതിന് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഫുൾ ടൈം വർക്കും പാർട്ട് ടൈം വർക്കും ഒക്കെ അനുസരിച്ച് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ആ ഓരോ ഓപ്ഷൻ ഇപ്പോഴും ഉണ്ട്. അത് എന്ന് പറയുന്നത് 70,000 ക്യാഷ് ആയിട്ട് തരും എന്നുള്ള ഒരു രീതി അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഒരു പാക്കേജ് പോലെയാണ് അവർക്ക്. പാക്കേജ് പോലെയാണ്. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ആദ്യം അവർ പറയുന്ന റൂറൽ ഏരിയകളിൽ നമ്മൾ ജോലി ആക്സെപ്റ്റ് ചെയ്തിട്ട് ചെല്ലുകയാണെങ്കിൽ ഇനീഷ്യലി ചെല്ലുന്ന സമയത്ത് $30,000, ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അഡീഷണലി $20,000, പിന്നെ ഒരു വർഷം കൂടി നിൽക്കുകയാണെങ്കിൽ അഗെയിൻ $20,000. അങ്ങനെ 2 year നമ്മൾ നിൽക്കുകയാണെങ്കിൽ അപ് ടു $70,000 നമുക്ക് കിട്ടും. അത് ഫുൾ ടൈം, അതായത് 80 hours 76 hours ആണെന്ന് തോന്നുന്നു ഓസ്ട്രേലിയയിൽ. അത് വർക്ക് ചെയ്യുന്നവർക്ക് ഇനി ഫുൾ കിട്ടുകയും അതിനനുസരിച്ച് അവേഴ്സ് കുറയുന്നവർക്ക് അതനുസരിച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ എമൗണ്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് അവർക്ക് ആ ഷോർട്ട് ഏതെങ്കിലും സ്പെസിഫിക് ഏരിയ റൂറൽ ഏരിയകളാണ്, റൂറൽ ആൻഡ് റിമോട്ട് ഏരിയകളിലാണ് കൊടുക്കുന്നത്. അർബൻ ഏരിയ അല്ലെങ്കിൽ മെട്രോ ഏരിയകളിലൊന്നും ഈ ഒരു പാക്കേജ് ഇല്ല. എനിക്ക് തോന്നുന്നു 20,000 കിട്ടാനുള്ള ഒരു എലിജിബിലിറ്റി പാക്കേജ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെയും വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഇതൊക്കെയാണ് ക്യാപ്പ് റീഫണ്ടിനെ കുറിച്ച് ഉള്ള ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. താങ്ക് യു.